ഈശോമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഈയിടെ സ്റ്റാർ തിയേറ്ററിൽ ഒരു ഇംഗ്ലീഷ് പടം കാണാൻ പോയിന്ന് കേട്ടല്ലോ. കേട്ടല്ലേ ഉള്ളൂ, കണ്ടില്ലല്ലോ. കണ്ടുല്ല, ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതെ, കോളേജിലൊക്കെ പാട്ടാ. അതെ, നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ധാരാളം കുട്ടികൾ സെക്സ് പടം കാണാൻ പോകുന്നുള്ളത് ഒരു കംപ്ലൈന്റ്. എന്നിട്ട് കണ്ടുപിടിച്ചോ? കുറച്ചു പേരെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇന്റർവെല്ലിൽ ഞാൻ ഇങ്ങോട്ട് പോന്നു. അതെ, അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. പിന്നെ എങ്ങനെയാ നീ കേട്ടത്? ഫുൾ പടം കണ്ടതാ ഞാൻ കേട്ടത്. ഇന്റർവെല്ലിൽ ഞാൻ പുറത്തേക്ക് വന്നു, ഒരു സോഡ കുടിച്ചു, വീണ്ടും ഞാൻ അകത്തേക്ക് കയറി. അതെന്തിനാ? ഫുൾ പടം കാണുന്നത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു ഫുൾ പടം കാണേണ്ട ഗതികേട് വന്നു. അതെ അച്ഛോ, പടം കൊള്ളാം. നീ എന്നെ പോലെ കല്യാണം കഴിക്കാത്തവനല്ലേ? പോയി പടം കാണും. നമുക്ക് ഇതൊക്കെ വിറ്റിട്ടുള്ളൂ. അച്ഛനെ കണ്ട ഉടനെ ഞാൻ സ്തുതി പറഞ്ഞു ആവോ? നീ ഒരു പ്രാവശ്യം സ്തുതി പറഞ്ഞടാ പട്ടി, ഓവറാക്കല്ലേ. പറ്റിച്ചു നന്നേ, കയ്യിലെ കാര്യം മുടക്കുക. എന്താണ് എത്ര നേരം ഞാനോട് വീർപ്പുട്ടിക്കണമെന്ന് അറിയാം അറിയാമേ? നീ തരുന്ന ഞൊട്ടയ്ക്ക് കുറച്ച് വീർപ്പ് മുട്ടേണ്ടി വരും. പിന്നൊരു കാര്യം, കോളേജ് ഹോസ്റ്റലിൽ എത്തുമ്പോൾ അച്ഛനെ കണ്ട് മുട്ടുകൂട്ടിയിടിക്കാൻ നിൽക്കരുത്. സ്ട്രോങ് ആയിട്ട് നിന്നുള്ള ബാക്കി കാര്യം ഞാൻ ഏറ്റു. അച്ഛനെ അല്ല, മെത്രാനെ കണ്ടാലും ഈ മറിയാമ്മയുടെ മുട്ട് കൂട്ടിയിടിക്കില്ല. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിലും കേറി ഇറങ്ങുന്നുള്ള ഈ ഹോസ്റ്റൽ മറിയാമ്മ. പിന്നെ നിന്റെ ഒരു ഊപ്പ കോളേജ് ഹോസ്റ്റൽ. വണ്ടി എടുക്കടാ. നാഷണൽ പെർമിറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. വിട് വിട്. പുറപ്പില്ലേ മനുഷ്യനെ ചുറ്റിക്കാൻ. ധൈര്യമായിട്ട് നടന്നാൽ മതി, ബാക്കി ഞാൻ രീതിയിലോളാം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. അവധിക്കാലമായ പിന്നെ ഒരു ഏകാന്തതയാണ്. വെറുതെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ഈ പയ്യനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് മാറി നിക്ക, ഇങ്ങോട്ട് മാറി നിക്ക. ഇതാരാ? ഇതച്ഛൻ പരിചയപ്പെട്ടിരിക്കേണ്ട ആളാ. കഴിഞ്ഞ കൊല്ലം യൂണിവേഴ്സിറ്റി കോളേജിൽ MA ലിറ്ററേച്ചറിന് റാങ്ക് ഹോൾഡറാ. ട്യൂഷൻ എടുക്കാന്ന് കരുതി കൊണ്ടുവന്നതാ. ഈ അവധിക്കാലം നന്നായിട്ട് അങ്ങ് പഠിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. വെളുക്ക പഠിച്ചോ. ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി, കട്ടൻ കാപ്പി ഇട്ട് തരാം. അതെ അച്ഛോ, ഇന്ന് ഉറക്കം മുളച്ച് ഇടക്കിടക്ക് കട്ടൻ കാപ്പിയും കുടിച്ച് വെളുക്ക അങ്ങ് ഇരിക്കാൻ പോവുക. ഈ സിലബസ് മുഴുവൻ ഇന്ന് ഞാൻ തീർക്കും അച്ഛോ. വെരി ഗുഡ്. എന്താ കൂട്ടുകാരന്റെ പേര്? ജോർജ്. നിന്നോടല്ല ചോദിച്ചത്, ഇയാളോടാ. എന്താ പേര്? ജോർജ് വർഗീസ്. പേര് പറയാതിരുന്നതിന്റെ രഹസ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ദൈവം എല്ലാം കൂടി കൊടുക്കുവോ? ബുദ്ധിയും സൗന്ദര്യവും പ്ലസ് ആയി കൊടുത്തപ്പോ സൗണ്ട് ഇത്തിരി മൈനസ് ആയി പോയി. സാരില്ല. നിനക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ ഇവനെ പഠിപ്പിക്കാം. ഇവൻ ആളൊരു മണ്ടന. ഞാൻ ഏറ്റു. ഓ, അപ്പൊ രണ്ടുപേരും അകത്തേക്ക് ചെല്ല്. അങ്ങനെ ഒരു സൂപ്പറിലോട്ടോ അടിച്ചു. മനസ്സിലെന്താണ് നിന്റെ? ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ് തോമ. എങ്ങനെയുണ്ടായിരുന്നു ട്യൂഷൻ? പ്രോസും പോയിട്രിയും പൊണറ്റി സോപ്പും ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചോ. മിക്കവാറും റാങ്ക് എനിക്ക് തന്നെ ആയിരിക്കും ഉറപ്പാണ്. എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കണം? പഞ്ഞിയച്ചനെന്ന് വയറ് നിറയും. അറിയാമേ അച്ചോ, ഞാൻ ഇന്നലെ ട്യൂഷൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞ് രാത്രിയില് ബൈക്കിന്റെ പുറകിലിരുത്തി ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നില്ലേ? അതൊരു പെണ്ണായിരുന്നു അച്ചോ. ഹോസ്റ്റലിലൊക്കെ കേറി ഇറങ്ങി നടക്കണ ഹോസ്റ്റൽ മറിയാമ്മ. അപ്പൊ നീ എന്നെ ചതിച്ചു അല്ലടാ തോമ? എന്റെ കർത്താവേ, കുമ്പസാര രഹസ്യം പുറത്തു പറയാനും പാടില്ലല്ലോ. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നല്ല, കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നെ. ഒരു പ്രളയ സംബന്ധിയായ കിംവദന്തി പോലുമില്ലാത്ത കോളേജ് വിദ്യാർത്ഥി, ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാത്ത ആകാശം പോലെ നിഷ്പ്രഭനും നിന്ദ്യനും, അതുകൊണ്ട് തന്നെ പിന്തിരിപ്പ് മൂരാച്ചിയുമാണ് എന്ന് പണ്ട് ഏതോ എഴുത്തുകാരനായ കാമുകൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എഴുത്ത് പിടിക്കേ. പോക്കറ്റ് ഇരിക്കുന്ന ദക്ഷിണ. ഇന്ന് ഉച്ചയ്ക്ക് 12:30-നും 12:34-നും ഇടയ്ക്ക് കൊടുക്കണം. അതാണ് ഇന്നത്തെ പണയ മുഹൂർത്തം. ലവ് ടൈം. ഓൾ ദി ബെസ്റ്റ്.